പിന്നെ പോളിനേഷൻ നടത്തിയേക്കണുണ്ട്. ആ പൂവിൻ്റെ ഉള്ളിലാണ് നമ്മളിത് ചെയ്തേക്കണത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു കാ പോലും നമുക്ക് പിന്നെ നഷ്ടപ്പെടാണ്ട് നമുക്ക് സംരക്ഷിച്ച് കായനെ സംരക്ഷിച്ചെടുക്കാൻ സാധിക്കും. ധാരാളം ആൺപൂക്കളാണ്. ഇപ്പോൾ ഇതിനകത്ത് ആൺപൂക്കളാണ് കൂടുതലുള്ളത്. പക്ഷെ നമ്മൾ എപ്പോഴും പെൺപൂക്കളെ കൂടുതൽ പിന്നെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് നോക്കേണ്ടത്. അപ്പം നമ്മൾ ഇതുപോലെ ചാണകപ്പൊടി അതുപോലെ കൂടുതൽ ഓരോ മുട്ടിനും ഇങ്ങനെ നമ്മളിങ്ങനെ വളം ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വേര് പിടിച്ചിട്ട് നന്നായിട്ട് വളർന്ന് ഇഷ്ടംപോലെ കായ ഉണ്ടാകും. അപ്പോൾ കായ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ എല്ലാ ചെടിക്കും ഇതുപോലെ പോളിനേഷൻ ചെയ്യേണ്ട കാര്യമില്ല. ക്രോസ് പോളിനേഷൻ എന്നുവെച്ചാൽ ഒരു പിന്നെ മത്തയിൽ തന്നെ ഒരു 5 6 എണ്ണമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ പിന്നെ അത് അങ്ങ് ഓട്ടോമാറ്റിക്കലി എല്ലാം അങ്ങ് റെഡിയായി വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ സുഹൃത്തുക്കളെ, വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ